السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، ഏറെ സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളുടെ ജീവിതം എന്നതാണ് ഈ സമയത്ത് എടുക്കാനുള്ള വിഷയം. ആരാണ് സ്വഹാബികൾ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീൻ, പരിശുദ്ധ ഇസ്ലാം നമ്മിലേക്ക് എത്തിക്കാൻ അയച്ച നമ്മുടെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്ന, അവിടുന്ന് റസൂലാണെന്ന് വിശ്വസിച്ച, അള്ളാഹുവിലും അവന്റെ ദീനിലും വിശ്വാസമുള്ള, അള്ളാഹുവിന്റെ കിതാബിൽ വിശ്വസിച്ച അങ്ങനെയുള്ളവരാണ് സ്വഹാബികൾ. അഥവാ പണ്ഡിതന്മാർ സ്വഹാബി എന്ന വാക്കിനെ വളരെ മനോഹരമായി നിർവചിച്ചിട്ടുണ്ട്. ആരാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുഅ്മിനായിക്കൊണ്ട്, അഥവാ വിശ്വാസിയായിക്കൊണ്ട് അവിടുത്തെ ജീവിതകാലത്ത് കണ്ടുമുട്ടുന്നത്, എന്നിട്ട് മുസ്ലിമായിക്കൊണ്ട് തന്നെ മരണപ്പെടുകയും ചെയ്യുന്നത്, അവരാണ് സഹാബി. സഹാബികളെക്കുറിച്ച് അറിയുക, പഠിക്കുക, അവരുടെ മാർഗം പിൻപറ്റുക എന്നത് നമ്മുടെ ദീനാണ്. ഈ ദീനിന്റെ, ഇസ്ലാം ദീനിന്റെ അടിസ്ഥാനങ്ങളിൽപ്പെട്ടതാണ് സ്വഹാബികളുമായി ബന്ധപ്പെട്ട് നാം വിശ്വസിക്കേണ്ട വിശ്വാസവും അവരെ പിൻപറ്റലും എല്ലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തെരഞ്ഞെടുത്ത് നൽകിയതാണ് സഹാബികളെ. അല്ലാഹു പറഞ്ഞു, കുൻതും ഖൈറ ഉമ്മത്തിൻ, നിങ്ങളാകുന്നു ഏറ്റവും ഉത്തമമായ ആളുകൾ, ഏറ്റവും ഉത്തമരായ ആളുകൾ നിങ്ങളാകുന്നു എന്ന് പറഞ്ഞ ആ നിങ്ങളിൽ ആദ്യമായി ഉൾപ്പെടുക സഹാബികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുന്നാസി ഖർനി, ഏറ്റവും ഉത്തമരായ ആളുകൾ, തലമുറ എന്റെ കൂടെ ജീവിച്ചവരാണ്. അവരാരാണ്? സഹാബികളാണ്. സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, പിന്നെ അതിന് ശേഷം വന്നവർ ആരാണവർ? താബിഉകൾ എന്ന് പറയും. പിന്നെ അതിന് ശേഷം വന്നവർ ആരാണ്? താബിഉകൾ. 3 തലമുറകൾ, ഉത്തമരായ ആളുകൾ ജീവിച്ചിരുന്ന 3 തലമുറകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിൽ ആദ്യത്തെ തലമുറ അവരാണ് ആര്? സഹാബികൾ. കാരണം അവർക്ക് മറ്റുള്ളവർക്കില്ലാത്ത ഒരു പ്രത്യേകതയുണ്ട്. എന്താണത്? എന്താണ് സഹാബികൾക്കുള്ള പ്രത്യേകത? മറ്റുള്ള ആളുകൾക്ക് കിട്ടാത്ത ഒരു പ്രത്യേകത അവർക്കുണ്ട്. എന്താണത്? എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് കാണാനുള്ള ഭാഗ്യം അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അവർ നേരെ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, അവിടുത്തെ വാക്കുകൾ കേട്ടിട്ടുണ്ട്, കൂടെ
സഹവസിച്ചിട്ടുണ്ട്, കൂടെ ജീവിച്ചവരാണവർ. ആ ഒരു പ്രത്യേകത കിട്ടിയവരാണ് ആര്? സഹാബികൾ. അതുകൊണ്ട് അവർക്ക് വലിയ പ്രത്യേകതയുണ്ട്. നിങ്ങൾ നോക്കൂ, നമ്മൾ ഹദീസ് എന്ന് കേട്ടിട്ടില്ലേ? എന്താണ് ഹദീസ് എന്ന് പറഞ്ഞാൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുകൾക്കാണ് എന്ത് പറയാ? ഹദീസുകൾ എന്ന് പറയാം. അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചെയ്തു, ഇങ്ങനെ കാണിച്ചു തന്നു, ഇന്ന രൂപത്തിൽ സമ്മതം നൽകി, ഇതൊക്കെ നമുക്ക് വന്നു കിട്ടി. അത് നമുക്ക് എത്തിച്ചു തന്നത് ആരാണ്? സഹാബികളാണ് എത്തിച്ചു തന്നത്. അപ്പൊ നമ്മളിലേക്ക് നേരിട്ട് സഹാബികളെ കിട്ടും? നമുക്ക് ഇല്ല. ഒരുപാട് ആളുകൾ കഴിഞ്ഞിട്ടാണ് നമ്മളിലേക്ക് എത്തുക. നിങ്ങൾ നോക്കൂ, സഹാബികൾ വരെ എത്തുന്ന ആളുകളെ കുറിച്ച് പഠനം നടന്നിട്ടുണ്ട്. ആ ആളെക്കുറിച്ച് അറിയണം. നല്ല ആളാണോ, സത്യസന്ധനാണോ, വിശ്വസിക്കാൻ പാടുണ്ടോ എന്നൊക്കെ എന്തു വേണം? പഠിച്ചു മനസ്സിലാക്കി വിലയിരുത്തണം. എന്നാൽ ഒരു സഹാബി പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ സഹാബി നല്ല ആളാണോ അല്ലാത്ത ആളാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ടോ? ഇല്ല. അത് സഹാബികൾക്ക് മാത്രമുള്ള പ്രത്യേകതയാണ്. അതിനുശേഷം വന്ന ആളുകളെ കുറിച്ച് വരെ എന്തു വേണം? അദ്ദേഹം ആരാണ് എന്ന് അറിയണം. അദ്ദേഹം സത്യസന്ധനാണോ എന്ന് പരിശോധിക്കണം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബി പറഞ്ഞു എന്ന് ഉറപ്പ് കിട്ടിയാൽ സഹാബിയുടെ പേര് നിർബന്ധമില്ല. പേരില്ലാതെ ഒരു ഹദീസ് വന്നെന്ന് വിചാരിക്കാം. സ്വീകാര്യയോഗ്യമായ ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളിൽ ഒരാൾ പറഞ്ഞു എന്ന് മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. എങ്കിലും സ്വീകാര്യയോഗ്യമാണ്. ആ സഹാബി ആരാണ്, അദ്ദേഹം എന്താണ്, നല്ല ആളാണോ, വിശ്വസിക്കാൻ പറ്റുമോ എന്ന് പരിശോധിക്കേണ്ടതില്ല. അതാണ് സഹാബികളുടെ പ്രത്യേകത. കാരണം സഹാബികൾ നല്ലവരാണ്, അവർ വിശ്വാസയോഗ്യരാണ്, അവർ നീതിമാന്മാരാണ് എന്ന് നമുക്കാരാണ് പറഞ്ഞു തന്നത്? അല്ലാഹുവും അവന്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെ, അല്ലാഹു അവരെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്, പ്രശംസിച്ചു പറഞ്ഞിട്ടുണ്ട്. റളിയല്ലാഹു അൻഹും വറളൂ അൻഹു എന്ന് പരിശുദ്ധ ഖുർആനിൽ കാണാം. അതാരെ കുറിച്ചാണ്? അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. അത് സഹാബികളെ കുറിച്ചാണ്. അപ്പൊ സഹാബികൾ നീതിമാന്മാരാണ്, അവർ നല്ലവരാണ്, ഉത്തമരായ ആളുകളാണ് എന്ന് അല്ലാഹുവാണ് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ടോ? ഇല്ല. വേറെ ആരെ കുറിച്ചെങ്കിലും അല്ലാഹു അത് പറഞ്ഞിട്ടുണ്ടോ? സഹാബികൾക്കുള്ള പ്രത്യേകതയാണ്. അതുപോലെ ആരെങ്കിലും സഹാബികളെക്കുറിച്ച് ആക്ഷേപവാക്ക് പറഞ്ഞാൽ അയാളെ വിധി എന്താണ്? അയാളുടെ വിധി എന്താ? അയാൾ ഈ ദീനിനെ പൊളിച്ചു കളയാൻ ശ്രമിക്കുന്ന ആളാണ്. അതുകൊണ്ട് സഹാബികളെക്കുറിച്ച് ആ രൂപത്തിൽ മോശമായ ഒരു വാക്ക് പോലും നമുക്ക് പറയാൻ പാടുള്ളതല്ല. അങ്ങനെ പണ്ഡിതന്മാർ പറയുകയില്ല. അത് സഹാബികൾക്കുള്ള പ്രത്യേകതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم. ആദ്യം ഇസ്ലാമിലേക്ക് കടന്നു വന്ന മുഹാജിറുകൾ, അതുപോലെ അൻസാറുകൾ, അവരെ നന്മയിൽ പിന്തുടർന്ന ആളുകൾ, അവരെ അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗം അല്ലാഹു അവർക്ക് ഒരുക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു. അവരതിൽ എന്നെന്നും നിത്യവാസികളായിരിക്കും. അതാണ്
ഏറ്റവും മഹത്തരമായ വിജയം. ഇപ്പൊ നോക്കൂ, അള്ളാഹു പറഞ്ഞു അവരെ അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. സഹാബികൾ പൊതുവെ രണ്ട് രൂപത്തിൽ അവരെ വിശേഷിപ്പിക്കാറുണ്ട് ഈ ആയത്തിൽ വന്നതുപോലെ. ഏതൊക്കെയാണ് ആ പേരുകൾ? മുഹാജിറുകൾ, അൻസാറുകൾ. ആരാണ് മുഹാജിറുകൾ എന്ന് പറഞ്ഞാൽ? മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ ചെയ്തു വന്നവർക്കാണ് മുഹാജിറുകൾ എന്ന് പറയുക. അൻസാറുകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? മദീനയിൽ ഉണ്ടായിരുന്ന, മദീനയിൽ താമസിക്കുന്ന ഈ വന്ന ആളുകളെ സഹായിച്ച ആളുകളാണ് അൻസാറുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ തൃപ്തിപ്പെട്ടിട്ടുണ്ട്. അതുപോലെ അല്ലാഹു പറഞ്ഞു, ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീൻ ഇദ് യുബായിഊനക തഹ്ത അശ്ശജറ. ആ മരത്തിന്റെ ചുവട്ടിൽ വെച്ച് താങ്കൾക്ക് ബൈഅത്ത് നൽകിയ, കരാർ ഉടമ്പടി നൽകിയ സത്യവിശ്വാസികളായ ആളുകളെ അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. അതാരെക്കുറിച്ചാണ്? സഹാബികളെക്കുറിച്ചാണ്. അല്ലാഹു പറഞ്ഞു ബദറിൽ പങ്കെടുത്ത ആളുകളെക്കുറിച്ച്, ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്, യഅമലൂ മാ ശിഅ്തും ഫഖദ് ഗഫർതു ലക്കും. ബദരീങ്ങളായ, ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സഹാബികളോട് അല്ലാഹു പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ എന്തും നിങ്ങൾ ചെയ്തോളൂ, നിങ്ങൾക്ക് അല്ലാഹു പുറത്തു തന്നിട്ടുണ്ട്. നോക്കൂ, സഹാബികളുടെ പ്രത്യേകതയിൽപ്പെട്ടതാണിത്. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ പുകഴ്ത്തിപ്പറഞ്ഞ, പ്രശംസിച്ചു പറഞ്ഞ, അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ മഹാന്മാരാണ് നമ്മുടെ മുൻഗാമികളായ സഹാബികൾ. ആ സഹാബികളെ, അവരുടെ ജീവിതം നമ്മൾ പഠിക്കുക എന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെയേറെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. കാരണം അല്ലാഹു നമുക്ക് മാതൃകായോഗ്യരായി നിശ്ചയിച്ചവരാണ് ആര്? സഹാബികൾ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മൊഴിമുത്തുകൾ, വാക്കുകൾ അതാദ്യം കേട്ടതാരാണ്? സഹാബികളാണ്. സഹാബിമാരാണ് ആദ്യം കേട്ടത്. എന്നിട്ടവർ അത് കൃത്യമായി, അതിൽ യാതൊരു വക്രതയുമില്ലാതെ, അവരുടെ വക ഒന്നും കൂട്ടിച്ചേർക്കാതെ സത്യസന്ധമായി അടുത്ത തലമുറക്കത് പകർന്നു നൽകി. അങ്ങനെയുള്ള മഹാന്മാരാണവർ. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു, ഫഇൻ ആമനൂ ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ. ഫഇൻ ആമനൂ, അവർ വിശ്വസിച്ചാൽ, ബിമിസ്ലി മാ ആമൻതും ബിഹി, നിങ്ങൾ വിശ്വസിച്ചതുപോലെ. ഈ അവർ ആരാണ്? നമ്മളെല്ലാവരുമാണ്. നിങ്ങളാരാണ്? അത് സഹാബികളാണ്. അല്ലാഹു പറയുന്നു, സഹാബികൾ വിശ്വസിച്ചതുപോലെ ബാക്കിയുള്ള ആളുകൾ വിശ്വസിച്ചാൽ ഫഖദ് ഇഹ്തദൗ, അവർ സന്മാർഗത്തിലായി. അവർ സന്മാർഗത്തിലായി, അവർ നേർമാർഗം പ്രാപിച്ചു. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹാബികളുടെ മാർഗം പഠിച്ച് അത് പിൻപറ്റുക എന്നത് നമ്മുടെ മതമാണ്, നമ്മുടെ ദീനാണ്. അതുകൊണ്ട് സഹാബികളുടെ ജീവിതത്തിൽ നിന്നും ഏതാനും ചില ഗുണപാഠങ്ങൾ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും അത് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുകയും ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. സഹാബികളെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്കൊരു ദീനില്ല. സഹാബികളെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാൻ സാധിക്കുകയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു, അതുപോലെ നിസ്കരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആരാണത് നമുക്ക് എത്തിച്ചേർന്നത്? സഹാബികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ചെയ്തു, എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും നമ്മൾ പിൻപറ്റുന്നത് ആരെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അത് നമുക്ക് കൃത്യമായി എത്തിച്ചു തന്നത് സഹാബിമാരാണ്. അതുകൊണ്ട് സഹാബികളുടെ ജീവിതം, സഹാബിമാരുടെ മാർഗം
അത് വിട്ടുകൊണ്ടുള്ള ഒരു ജീവിതം നമുക്കില്ല. നമ്മുടെ മാതൃക അവരാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതുപോലെ. ആരാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ? ആർക്കറിയാം? 4 മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ ഒരാളാണ്. മുൻഗാമികളിൽപ്പെട്ട മഹാനായ പണ്ഡിതനാണ് ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാ. അദ്ദേഹം പറഞ്ഞു, ഈ ദീനിന്റെ അടിസ്ഥാനത്തിൽപ്പെട്ടതാണെന്ത്? സുന്നത്ത് മുറുകെ പിടിക്കുക, അതുപോലെ സഹാബികളെ മാതൃകയാക്കി ജീവിക്കുക ദീനിന്റെ അടിസ്ഥാനമാണ്. അതില്ലാത്ത ഒരവസ്ഥ എന്നത് നമ്മുടെ ദീൻ തകർന്നു പോകും. അതുകൊണ്ട് സഹാബികളെക്കുറിച്ച് നമ്മൾ ആദ്യം മനസ്സിലാക്കി. ആരാണ് സഹാബികൾ? അവരുടെ ശ്രേഷ്ഠത ചുരുക്കി പറഞ്ഞു. എന്തൊക്കെയാണ് അവരുടെ ശ്രേഷ്ഠത? അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിട്ടുണ്ട്. അവർ എല്ലാവരും നീതിമാന്മാരാണ്. ഒരാൾ പോലും മോശക്കാരില്ല. ഉണ്ടോ? ഉണ്ടോ? ഒരാൾ പോലും? ഒറ്റൊരാൾ ഉണ്ടോ? ഉണ്ടോ? ഇല്ല. ഒരാൾ പോലും അവരിൽ മോശക്കാരില്ല. എല്ലാവരും നല്ലവരാണ്, എല്ലാവരും നീതിമാന്മാരാണ്, എല്ലാവരും നല്ലവരാണ്, എല്ലാവരെയും അള്ളാഹു തൃപ്തിപ്പെട്ടിട്ടുണ്ട്, എല്ലാ സഹാബിമാരെയും. ഇത് അവർക്കുള്ള പ്രത്യേകതയിൽപ്പെട്ടതാണ്. ഇനി നിങ്ങൾ നോക്കൂ, അവരിൽ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ ആരാണ്? 1000-ഓളം വരുന്ന സഹാബികളുണ്ട്. അവരിൽ ഏറ്റവും ശ്രേഷ്ഠരാരാണ്? ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. പിന്നെയോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, പിന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, പിന്നെ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു. ഈ 4 പേർക്കും ഒരു പേരുണ്ട്, ഖുലഫാഉർ റാഷിദൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്തു പറഞ്ഞ പേരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുകഴ്ത്തി പറഞ്ഞ, പ്രശംസിച്ചു പറഞ്ഞ മഹാന്മാരാണ് ഈ പറഞ്ഞ 4 പേർ. മൊത്തത്തിൽ എല്ലാ സഹാബിമാരും അള്ളാഹു തൃപ്തിപ്പെട്ടവരാണ്, ശ്രേഷ്ഠതയുള്ളവരാണ്. പക്ഷേ അവരിൽ കൂടുതൽ ശ്രേഷ്ഠതയുള്ളത് ഈ 4 പേർക്കാണ്. ആ 4 പേരിൽ തന്നെ മൊത്തത്തിൽ എല്ലാവരെയും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ആളാരാ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ഈ 4 പേർ കഴിഞ്ഞാൽ പിന്നെ ആരാണ്? 10 സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആളുകളുണ്ട്, സഹാബിമാരുണ്ട്. 4 പേര് നമ്മൾ പറഞ്ഞു. ബാക്കി 6 പേരാരൊക്കെയാണ്? ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റ ഹദീസിൽ 10 പേരുടെയും പേരുകൾ ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എഴുതിച്ചോളൂ, അബൂബക്കർ ഫിൽ ജന്ന, ഉമർ ഫിൽ ജന്ന, ഉസ്മാൻ ഫിൽ ജന്ന, അലി ഫിൽ ജന്ന. 4 പേരായില്ലേ? വതൽഹതു ഫിൽ ജന്ന, തൽഹതു ഇബ്നു ഉബൈദില്ലാഹ്, തൽഹ റളിയല്ലാഹു അൻഹു, തൽഹതു ഇബ്നു ഉബൈദില്ലാഹ്. والزبير في الجنة الزبير بن العوام، الزبير بن العوام رضي الله عنه. وعبد الرحمن بن عوف في الجنة، عبد الرحمن بن عوف. وسعد بن أبي وقاص في الجنة، سعد بن أبي وقاص، سعد بن أبي وقاص. وسعيد بن زيد ابن عمرو ابن نفيل في الجنة، سعيد بن زيد، سعيد بن زيد. وأبو عبيدة بن الجراح في الجنة، أبو عبيدة، أبو عبيدة عامر بن الجراح എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ് എന്ന് സാധാരണ പറയപ്പെടാറുണ്ട്. 10 പേരായില്ലേ? 100 പറയാം.
അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, طلحة بن عبيد الله، الزبير بن العوام، عبد الرحمن بن عوف، سعد بن أبي وقاص، سعيد بن زيد، أبو عبيدة بن الجراح. ഇടില്ലേ? ബാക്കി എഴുതിയെടുത്ത ആൾക്കാർ കുറച്ചെൻ്റെ പറഞ്ഞു കൊടുത്താൽ ഈ 10 പേരാണ് പിന്നെ ശ്രേഷ്ഠരായ ആളുകൾ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പേരെടുത്തു പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. സ്വർഗത്തിലാണ് എന്ന് പ്രത്യേകം പറഞ്ഞ സ്വഹാബിമാരുണ്ട്. ഇവരൊക്കെ കൂട്ടത്തിൽ കൂടുതൽ ശ്രേഷ്ഠതയുള്ള പ്രത്യേകതയുള്ള ആളുകളാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെക്കുറിച്ചാണ് ഖുർആനിൽ പരാമർശം വന്നത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, إذ أخرجه الذين كفروا ثاني اثنين إذ هما في الغار إذ يقول لصاحبه لا تحزن إن الله معنا. നമുക്കറിയാം, ഹിജ്റ പോകുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഒരുമിച്ചായിരുന്നു പോയിരുന്നത്. അവർ ഒരു ഗുഹയിൽ ചെന്നിരുന്നു. അപ്പൊ തൊട്ടുമുകളിൽ നേരെ മേലെ ശത്രു നിൽക്കുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അയാൾ താഴേക്ക് നോക്കിയിരുന്നെങ്കിൽ. അതിനെക്കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത്, ഇദ്ഹുമാ ഫിൽ ഗാർ, അവർ ആ ഗുഹയിൽ അകപ്പെട്ട സന്ദർഭത്തിൽ. ഇദ് യഖൂലു ലിസാഹിബിഹി, അവരിൽ ഒരാൾ കൂടെയുള്ള ആളോട് പറഞ്ഞു, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ലാ തഹ്സൻ, ദുഃഖിക്കേണ്ട, വിഷമിക്കേണ്ട, അല്ലാഹു നമ്മുടെ കൂടെ തന്നെയുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് വന്ന പരാമർശമാണിത്. വേറെയും ധാരാളം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ശ്രേഷ്ഠത അറിയിക്കുന്ന ഹദീസുകളുണ്ട്. ഓരോ സഹാബികളുടെയും പ്രത്യേകം ഇതുപോലെ നമുക്ക് കാണാം. പറഞ്ഞു വന്നത്, മൊത്തത്തിൽ സഹാബിമാർ റളിയല്ലാഹു അൻഹും അജ്മഈൻ അവർ മഹാന്മാരാണ്. അവരോടുള്ള സ്നേഹം നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. അവരോടുള്ള വെറുപ്പ് നിഫാഖാണ്, കപടവിശ്വാസമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതായി കാണാം. അവരെല്ലാവരെയും നമ്മൾ സ്നേഹിക്കണം. എല്ലാവരെയും. അവരിൽ ഒരാൾ പോലും ഇല്ല വെറുക്കപ്പെടേണ്ട ഒരാൾ ഉണ്ടോ? ഒരാളുണ്ടോ? ഒറ്റൊരാളും ഇല്ല, ഒരാളുമില്ല, ഒരാളും തന്നെ ഇല്ല. എല്ലാവരെയും നമ്മൾ സ്നേഹിക്കണം. എല്ലാവരും അള്ളാഹു തൃപ്തിപ്പെട്ടവരാണ്. അള്ളാഹു സ്വർഗം കൊണ്ട് വാഗ്ദാനം, സന്തോഷവാർത്ത അറിയിച്ച ആളുകളുമാണ്. ഇനി പ്രിയമുള്ളവരെ, സഹോദരങ്ങളെ, സഹാബിമാരുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് ഉൾക്കൊള്ളാനുള്ള ചില പാഠങ്ങളുണ്ട്. അതാണ് നമ്മുടെ വിഷയം. സഹാബിമാരുടെ ജീവിതത്തിൽ നിന്നും ഏറ്റവും പ്രധാനമായി നമുക്ക് ഉൾക്കൊള്ളാനുള്ള ഗുണപാഠമെന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടും അവന്റെ ദീനിനോടും അവർ കാണിച്ചിരുന്ന ആത്മാർത്ഥതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോടും അവന്റെ ദീനിനോടും അവർ കാണിച്ചിരുന്ന ആത്മാർത്ഥത എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തൗഹീദ്, അല്ലാഹുവിനെ ഏകനാക്കുക എന്ന കാര്യം, ഇത് സഹാബിമാരുടെ ജീവിതത്തിൽ ഏറ്റവും തിളങ്ങി നിൽക്കുന്ന ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അവിടുന്ന് ആദ്യമായി മക്കയിൽ നബിയായി റസൂലായി വന്നപ്പോൾ എന്താ സംഭവിച്ചത്? എല്ലാവരും സ്വീകരിച്ചോ? ഇല്ല. കൂടെയുള്ള കുടുംബക്കാർ വരെ അവിടുത്തെ എതിർത്തു. പല രൂപത്തിലുള്ള മോശമായ വാക്കുകളും അവർ പറയുകയുണ്ടായി. അന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ന സഹാബി പറയുകയാണ്, കാന അവ്വല മൻ അദ്ഹറ ഇസ്ലാമഹു സബഅത്തുൻ. മക്കയിലെ കാലഘട്ടത്തിൽ, മക്ക കാലഘട്ടത്തിൽ 7 പേരായിരുന്നു
ഞങ്ങൾ മുസ്ലിമീങ്ങളാണ് എന്ന് പുറത്തേക്ക് പറഞ്ഞത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അമ്മാർ റളിയല്ലാഹു അൻഹു, സുമയ്യ റളിയല്ലാഹു അൻഹ, സുഹൈബ് റളിയല്ലാഹു അൻഹു, ബിലാൽ റളിയല്ലാഹു അൻഹു, അൽ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 7 പേരായിരുന്നു ഞങ്ങൾ മുസ്ലിമീങ്ങളാണ് എന്ന് അവിടെ പറഞ്ഞിരുന്നത്. ആ കാലഘട്ടം എന്നത് വളരെ പരീക്ഷണങ്ങൾ നിറഞ്ഞ കാലഘട്ടമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ കൊല്ലാതെ ഉപദ്രവിക്കാതെ, അഥവാ അവിടുത്തെ വകവരുത്താൻ ശത്രുക്കൾ, അവിടെയുള്ള ആളുകൾ ഒരുപാട് പണിയെടുത്തിരുന്നു, ശ്രമിച്ചിരുന്നു. പക്ഷേ അബൂ താലിബ് എന്ന ഉപ്പയുടെ സഹോദരൻ ഉണ്ടായതുകൊണ്ട് അവർ അങ്ങനെ പിടിച്ചു നിന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആവട്ടെ സമൂഹത്തിൽ സ്ഥാനമുള്ള ആളായിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബക്കാർ ആ ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്നും അദ്ദേഹത്തെ തടഞ്ഞു. എന്നാൽ ബാക്കിയുള്ള ആളുകൾ, അമ്മാർ റളിയല്ലാഹു അൻഹു, സുമയ്യ റളിയല്ലാഹു അൻഹ, അമ്മാർ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയാണ്, പ്രായം ചെന്ന സ്ത്രീയായിരുന്നു. ഇവരൊക്കെ മുശ്രിക്കുകൾ, അവിടെയുള്ള ശത്രുക്കൾ ഉപദ്രവിച്ചിരുന്നു, വല്ലാതെ ഉപദ്രവിച്ചിരുന്നു. ആ മരുഭൂമിയിൽ പൊരി വെയിലത്ത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മണലിൽ വലിച്ചിരുന്നു, ഒരുപാട് ഉപദ്രവിച്ചിരുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ചരിത്രം നമുക്കറിയാം. അദ്ദേഹത്തോട് അവർ വളരെ ക്രൂരമായിട്ടായിരുന്നു പെരുമാറിയത്. അപ്പോഴൊക്കെ അദ്ദേഹം അഹദ് അഹദ് എന്ന് വിളിച്ചു പറയും. അള്ളാഹു ഏകനാണ്, അള്ളാഹുവിനോടൊപ്പം ഒരാളെയും ഇബാദത്ത് ചെയ്യുകയില്ല എന്ന പ്രഖ്യാപനം അദ്ദേഹം നടത്തിയിരുന്നു. നോക്കൂ, സഹാബികൾ, അവരിലെ പ്രമുഖരായ ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ച ആളുകൾ, അവർ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നിട്ടും ഈ ദീനിൽ ഉറച്ചു നിന്നവരാണ്. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു, ഖബ്ബാബ് ഇബ്നുൽ അർറത്ത് റളിയല്ലാഹു അൻഹു എന്ന സഹാബി, അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം, അദ്ദേഹം ശത്രുക്കളുടെ ഉപദ്രവം സഹിക്കവയ്യാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോയിട്ട് പറഞ്ഞു, നബിയെ, നിങ്ങൾ അള്ളാഹുവിനോട് സഹായം ചോദിക്കുന്നില്ലേ? നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നില്ലേ നബിയെ? അത്രയും പ്രയാസം സഹിച്ചിട്ടും അവർ എന്താക്കിയില്ല? ദീൻ ഉപേക്ഷിച്ചില്ല, വന്ന വഴിക്ക് തന്നെ തിരിച്ചു പോയിട്ടില്ല. എന്നിട്ട് നോക്കൂ, സഹാബികളിൽ കുറച്ചാളുകൾ അബുസീനിയയിൽ, അഥവാ ഇന്നത്തെ എത്യോപ്യയിൽ, ആ നാട്ടിലേക്ക് ഹിജ്റ പോവുകയുണ്ടായി, ഇവിടുത്തെ പ്രയാസം സഹിക്കവയ്യാതെ. പിന്നീട് കുറച്ചു കഴിഞ്ഞപ്പോൾ മദീനയിലേക്ക് ഹിജ്റ പോയി. നോക്കൂ, സ്വന്തം നാട്ടിൽ ജീവിക്കാൻ സാധിച്ചില്ല, ഒരുപാട് പ്രയാസങ്ങളുണ്ടായി. പക്ഷെ അവർ ദീൻ വിട്ട് മാറിയില്ല. ഇന്ന് നമുക്കാണെങ്കിലോ കുറച്ചൊരു വിഷമം വരുമ്പോൾ എന്ത് ചെയ്യും? സഹാബികളുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഗുണപാഠമാണിത്. ഇത് മനസ്സിലാക്കിയാൽ എന്തൊക്കെ പ്രയാസങ്ങൾ വന്നാലും നമുക്ക് ധൈര്യം കിട്ടും, ആത്മധൈര്യം കിട്ടും. കാരണം നമുക്ക് മുന്നേ ഈ ദീനിൽ അടിയുറച്ചു നിന്ന, അള്ളാഹുവിന്റെ തൃപ്തി നേടിയെടുത്തവരാണ് സഹാബികൾ. അവരുടെ അതേ പാതയിൽ നമ്മൾ സഞ്ചരിച്ചാൽ അവരോടൊപ്പം അള്ളാഹുവിന്റെ സ്വർഗത്തിൽ നമുക്കും ചെന്നു ചേരാം. അപ്പൊ സഹാബികളുടെ ജീവിതത്തിൽ ഒരുപാട് കാണാം, എത്രയോ യുദ്ധങ്ങൾ നടന്നു. നമുക്ക് യുദ്ധമുണ്ടോ? അൽഹംദുലില്ലാഹ്. ഒരുപാട് ആളുകൾ അവരുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു, അല്ലെ? ഒരുപാട് ആളുകൾ ഷഹീദായി. അവർ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം യുദ്ധം ചെയ്തു, യുദ്ധത്തിലേർപ്പെട്ടു, എന്നിട്ട് കൊല്ലപ്പെട്ടു, ഷഹീദായി. അവരുടെ ജീവൻ അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചു. അങ്ങനെയുള്ളവരാണ് സഹാബികൾ. അപ്പൊ അവരുടെ ജീവിതത്തിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട ഒരു പാഠം ഇതാണ്. അവർ അള്ളാഹുവിനോട് സത്യസന്ധത പാലിച്ചവരായിരുന്നു, അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ചവരായിരുന്നു. എന്തൊക്കെ നഷ്ടപ്പെട്ടാലും അവരുടെ ദീൻ വിട്ടുകൊടുക്കാൻ അവർ തയ്യാറായിരുന്നില്ല. സഹാബികൾ അവർ നമുക്ക് കാണിച്ചു തന്ന ഏറ്റവും വലിയ മാതൃകയാണിത്. ഇതിൽ നമുക്ക് വലിയ പാഠമുണ്ട്. അതുപോലെ നിങ്ങൾ നോക്കൂ, സഹാബികളെ വലിയ വലിയ ആളുകൾ ഭീഷണിപ്പെടുത്തി, അവർ വഴങ്ങിയോ?
ഇല്ല. ബദർ യുദ്ധത്തിന്റെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സഹാബികൾ എത്ര പേരുണ്ടായിരുന്നു? 300 ചില്ലാനം, 313 അല്ലെങ്കിൽ 17. ശത്രു സൈന്യം എത്ര ഉണ്ടായിരുന്നു? 1000-ഓളം വരുന്ന 1000 ആളുകളുണ്ടായിരുന്നു. മുസ്ലിമീങ്ങളുടെ എണ്ണം വളരെ കുറച്ചാണ് അല്ലേ? മുസ്ലിമീങ്ങളുടെ അടുക്കൽ 2 കുതിരയും 1 ഒട്ടകവും, അങ്ങനെ വളരെ ദുർബലരായിരുന്നു അവർ. റമളാൻ മാസത്തിലാണ്. എന്നാൽ ശത്രു സൈന്യം 1000-ഓളം വരുന്ന ആളുകൾ ഒരു ദിവസം 10 ഒട്ടകത്തെ അറുത്ത് ഭക്ഷിക്കുകയായിരുന്നു അവിടെ. അത്രയും സർവസന്നാഹം അവരുടെ കയ്യിലുണ്ടായിരുന്നു. ആരാണ് വിജയിച്ചത്? ആർക്കാണ് അള്ളാഹു വിജയം നൽകിയത്? മുസ്ലിമീങ്ങളായ ആളുകൾക്കാണ് വിജയം നൽകിയത്. എന്താണ് അവർക്ക് വിജയം കിട്ടാനുള്ള കാരണം? വലിയ മിസൈൽ എടുത്തിട്ടാണ് അവർ പോയത്? അല്ല, ഒന്നുമില്ല. അവരുടെ കയ്യിൽ നല്ല പോലെ ആയുധങ്ങളൊന്നും ഇല്ലായിരുന്നു. അവരുടെ കയ്യിലുള്ള ആയുധം എന്താണ്? ഈമാനായിരുന്നു, അള്ളാഹുവിലുള്ള വിശ്വാസമായിരുന്നു, അള്ളാഹുവിലുള്ള ഭരമേൽപ്പിക്കൽ, അള്ളാഹുവിലുള്ള തവക്കുലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അവർ കൂടെ നിന്നു. അള്ളാഹു എന്തു ചെയ്തു? 7 ആകാശങ്ങൾക്ക് മുകളിൽ നിന്ന് അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. 1000-ഓളം വരുന്ന മലക്കുകളെ ബദറിലേക്ക് ഇറക്കിക്കൊടുത്തു. എന്നിട്ട് മലക്കുകളെ കൊണ്ട് അള്ളാഹു അവരെ സഹായിച്ചു. ചരിത്രം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. അതുപോലെയുള്ള സഹായം നമുക്ക് വന്നു കിട്ടണോ? നമ്മൾ എന്ത് വേണം? സഹാബികളുടെ മാർഗം സ്വീകരിക്കണം. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും പ്രതിസന്ധികൾ വന്നാലും അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ച് അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് മുസ്ലിമീങ്ങളായി മുഅ്മിനീങ്ങളായി ജീവിച്ചാൽ അള്ളാഹു സഹായിക്കും. ഇതാണ് സഹോദരങ്ങളെ ഒന്നാമത്തെ പാഠം. രണ്ടാമത്തെ സഹാബികളുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് കിട്ടുന്ന പാഠം, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാണിച്ച സ്നേഹമാണ്. നമുക്കെല്ലാവർക്കും സ്നേഹമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമുണ്ടോ? നമ്മുടെ സ്നേഹം എന്താണെന്ന് ഇപ്പൊ തിരിയും. സഹാബികൾ എങ്ങനെ സ്നേഹിച്ചു എന്ന് നമുക്ക് കാണാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ഞാൻ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങളെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പോരാ ഉമറേ, താങ്കളെക്കാൾ താങ്കൾ എന്നെ സ്നേഹിക്കണം, എന്നാലേ താങ്കളുടെ ഈമാൻ ശരിയാവുകയുള്ളൂ. എല്ലാവരെക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ സ്നേഹിക്കണം. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ ഒരു സംഭവം കാണാം. ഒരിക്കൽ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. എന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, അള്ളാഹുവാണ്, എന്നേക്കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, എന്റെ കുടുംബത്തെക്കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, എന്റെ മക്കളെക്കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഞാൻ എന്റെ വീട്ടിലാകുമ്പോൾ, അങ്ങ് മസ്ജിദിലിരിക്കുമ്പോൾ അങ്ങയെ ഓർമ്മ വന്നാൽ എനിക്കെന്ത് ചെയ്യാം? അങ്ങയുടെ അടുക്കിലേക്ക് വന്ന് അങ്ങയെ കാണാം, സംസാരിക്കാം, അങ്ങയുടെ വാക്കുകൾ കേൾക്കാം. എന്നാൽ നബിയെ, എന്റെ പ്രയാസം എന്താണെന്ന് അങ്ങേക്കറിയുമോ? അങ്ങയുടെ വഫാത്തിനെ കുറിച്ച് ഞാൻ ആലോചിച്ചുപോയി. അങ്ങ് മരണപ്പെട്ടു പോയാൽ, വഫാത്തായി പോയാൽ, അങ്ങ് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥലത്തായിരിക്കും, വലിയ പദവിയിലായിരിക്കും. അപ്പൊ ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയാണെങ്കിൽ തന്നെ അവിടെ എനിക്ക് അങ്ങയെ കാണാൻ പറ്റുമോ ഇല്ലയോ എന്ന ഭയത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. സുബ്ഹാനല്ലാഹ്. സഹാബിയുടെ വിഷമം നോക്കൂ. നമുക്കെന്താ ഇപ്പൊ കാര്യമായിട്ട് വിഷമമുള്ളത്? നമുക്കെന്താ വിഷമം? നമ്മളെ നെറ്റ് തീർന്നോ? നമ്മുടെ മൊബൈലിന്റെ ചാർജ് ഉണ്ടോ? നമ്മുടെ ഡ്രസ്സിന്റെ കോലം, മുടി ഇപ്പം മുറിച്ചത് ശരിയായിട്ടില്ല, ഒന്നും കൂടി കുറച്ചും കൂടി ശരിയാക്കാനുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ വേവലാതി. സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചു നോക്കൂ. സ്വർഗത്തിലെത്തിയാൽ നബിയെ അങ്ങ് വലിയ പദവിയിലായിരിക്കുമല്ലോ. സ്വർഗത്തിലെത്തിയാൽ എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുമോ ഇല്ലേ എന്ന പേടിയാണ് സഹാബി പ്രകടിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മുണ്ടിയില്ല.
അള്ളാഹു ആയത്തിറക്കി വമൻ യുതിഇല്ലാഹ വറസൂൽ ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. സൂറത്തുൻ നിസായിലെ ആയത്ത്. ആര് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ചുവോ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹം കിട്ടിയവരാണവർ. അവർ നബിമാരുടെ കൂടെയായിരിക്കും, സിദ്ദീഖുമാരുടെ കൂടെയായിരിക്കും, ശുഹദാക്കളുടെ കൂടെയായിരിക്കും, സാലിഹീങ്ങളുടെ കൂടെയായിരിക്കും. വഹസുന ഉലൈക റഫീഖ, അവർ എത്ര നല്ല കൂട്ടുകാരാണ്. സഹാബിക്ക് സമാധാനായി. കാരണം എന്താ? അള്ളാഹുവിനെ അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ച് ജീവിച്ചാൽ എന്ത് ചെയ്യാം? നബിയോടൊപ്പം സ്വർഗത്തിലെത്തും. നോക്കൂ, സഹാബികളുടെ സ്നേഹമാണിത്. നിങ്ങൾ നോക്കൂ, ഒരിക്കൽ മഹാനായ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. ഉഹദ് യുദ്ധത്തിന്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേർക്ക് ശത്രുക്കൾ അമ്പ് ചെയ്യാൻ തുടങ്ങി. തൽഹ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, നബിയെ, അങ്ങ് അവരുടെ മുന്നിലേക്ക് പോവരുത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൽഹ റളിയല്ലാഹു അൻഹു പ്രതിരോധിക്കുകയാണ്. എങ്ങനെ? അദ്ദേഹം പറഞ്ഞു, അവർ അയച്ചുവിടുന്ന അമ്പ് നബിയെ എന്റെ നെഞ്ചിൽ തറച്ചിട്ടല്ലാതെ അങ്ങയുടെ നെഞ്ചത്ത് തറക്കാൻ തൽഹ സമ്മതിക്കുകയില്ല. സുബ്ഹാനല്ലാഹ്. നോക്കൂ, അവർ സ്നേഹിച്ചത്. ഇനി നിങ്ങൾ നോക്കൂ, ഒരിക്കൽ അതേ യുദ്ധത്തിൽ തന്നെ, ഉഹദ് യുദ്ധത്തിൽ ബനൂ ദീനാർ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ അവർ വരികയാണ്. അവരുടെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് ഹയ്യ അലസ്സലാം ഹയ്യ അലസ്സലാം ഹയ്യ അലൽ ഫലാഹ് ഹയ്യ അലൽ ഫലാഹ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. സഹോദരങ്ങളെ,
ഉഹദ് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ ബനു ദീനാർ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ അവരുടെ വാപ്പയും ഭർത്താവും സഹോദരനും ഒക്കെ ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്, ഷഹീദായിട്ടുണ്ട്. അതിനിടയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലപ്പെട്ടു എന്ന ഒരു വാർത്ത പരക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലപ്പെട്ടു എന്ന വാർത്ത കേട്ടപ്പോൾ ഈ സ്ത്രീ ഓടി വരികയാണ്. അപ്പൊ അവരോട് പറയുന്നുണ്ട്, നിങ്ങളെ ഭർത്താവ് മരണപ്പെട്ടു, നിങ്ങളെ വാപ്പ മരണപ്പെട്ടു. ഇതൊന്നും അവർ കൂട്ടാക്കുന്നില്ല. അവർ ചോദിച്ചു, ഫമാ ഫഅല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്ത് സംഭവിച്ചു? അതാണ് അവർക്ക് അറിയേണ്ടത്. അപ്പൊ അവർ പറഞ്ഞു, ഖൈറൻ യാ ഉമ്മ ഫുലാൻ, സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് യാതൊരു പ്രശ്നവുമില്ല, അവിടുന്ന് കൊല്ലപ്പെട്ടിട്ടില്ല, നീ എന്താണോ ഇഷ്ടപ്പെടുന്നത് അതുപോലെ സംഭവിച്ചിട്ടുണ്ട്, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കിയുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, എവിടെ എനിക്ക് കാണണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണിച്ചു കൊടുത്തു. കണ്ടപ്പോൾ അവർ പറഞ്ഞു, കുല്ലു മുസീബത്തിൻ ബഅദക ജലൽ, നബിയെ താങ്കൾക്ക് ശേഷം പിന്നെ ബാധിക്കുന്ന ഏതൊരു മുസീബത്തുണ്ടോ അതൊക്കെ നിസാരമാണ്, അങ്ങ് ബാക്കിയായാൽ അത് മതി, അങ്ങെങ്ങാനും കൊല്ലപ്പെട്ടാൽ പിന്നെ ബാക്കി പറഞ്ഞൊക്കെ ഉണ്ടായിട്ട് കാര്യമില്ല എന്ന അർത്ഥത്തിലുള്ള വാക്ക് അവർ പറയുകയുണ്ടായി. സുബ്ഹാനല്ലാഹ്, നോക്കൂ നിങ്ങൾ, സഹാബിമാർ, അവരിലെ സ്ത്രീകൾ വരെ റളിയല്ലാഹു അൻഹും അജ്മഈൻ. ഇനി നിങ്ങൾ നോക്കൂ, വേറെ ഒരു സന്ദർഭം കാണാം. ഒരിക്കൽ സെയ്ദ് ഇബ്നു ദസിന എന്ന സഹാബിയെ മുശ്രിക്കുകൾ, ശത്രുക്കൾ പിടിച്ചു. അങ്ങനെ അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി കെട്ടിയിട്ടു. അപ്പൊ അവരിൽ ഒരാൾ ചോദിച്ചു, സെയ്ദേ, നിനക്ക് പകരം മുഹമ്മദാണ് ഇപ്പോൾ ഈ സ്ഥാനത്ത്, നീ നിന്റെ വീട്ടിൽ നിന്റെ ഭാര്യയോടൊപ്പം ഒരു പ്രശ്നമില്ലാതെ എന്ന് നീ ഇഷ്ടപ്പെടുന്നോ? നമ്മളാണ് എന്തൊരു, നമ്മളെ ഫ്രീയാക്കി വിട്ടേരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ഥലത്താണെങ്കിൽ എന്നാണ് ചോദ്യം. അദ്ദേഹം പറഞ്ഞു, വല്ലാഹി മാ ഉഹിബ്ബു അന്ന മുഹമ്മദൻ الآن في مكانه الذي هو فيه تصيبه شوكة تؤذي وأني جالس في أهلي. അല്ലാഹു ആണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് ഒരു മുള്ള് തറക്കുന്നത് പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ എന്റെ വീട്ടിലാവുകയും എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോൾ ഈ ഇരിക്കുന്ന അവിടെ ഉള്ള ആ സമയത്ത് അവിടുത്തെ കാലിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല. സുബ്ഹാനല്ലാഹ്, സഹാബികളുടെ സ്നേഹമാണ്. ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് കാണാം. അവരുടെ ജീവിതത്തിൽ നിന്നും രണ്ടാമതായി നമുക്ക് നേടിയെടുക്കാനുള്ള ഗുണപാഠം ഇതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം. ഇങ്ങനെ സഹോദരങ്ങളെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുമോ? നമ്മൾ ചിന്തിക്കണം. ഇത്രയൊക്കെ പ്രയാസമുണ്ടോ ഈ കാലത്ത് സ്നേഹിക്കാൻ? ഉണ്ടോ? ഈ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം എത്ര എളുപ്പമാണ്. അള്ളാഹു നമുക്ക് എത്ര എളുപ്പമാക്കി തന്നിട്ടുണ്ട്. പഴയ കാലത്തെ പോലെ പ്രശ്നമുണ്ടോ? ഇല്ല. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വെറുപ്പ് കാണിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്താണ് എന്ന് നിങ്ങൾ നോക്കൂ. മൂന്നാമത്തെ കാര്യം, സഹാബികളുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് ഉൾക്കൊള്ളാനുള്ള മൂന്നാമത്തെ പാഠം, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ, അവിടുത്തെ സുന്നത്ത് മുറുകെ പിടിച്ച രൂപമാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സഹാബികൾ നിസ്കരിക്കുകയാണ്. നിസ്കാരത്തിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ
ചെരുപ്പുകൾ ഊരി ഇടതുഭാഗത്തേക്ക് മാറ്റിവെച്ചു. പിന്നിൽ നിന്ന സ്വഹാബികളും എന്തു ചെയ്തു? അതേപോലെ ചെയ്തു. നിസ്കാരം കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ചെരുപ്പുകൾ അഴിച്ചു വെച്ചത്? അവർ പറഞ്ഞു, നബിയെ, അങ്ങ് ചെരുപ്പുകൾ അഴിച്ചു വെക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങളും അതുപോലെ ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് എന്റെ ചെരുപ്പിൽ അഴുക്കുണ്ട്, നജസുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ മാറ്റിവെച്ചത്. ഈ ഹദീസ് നോക്കൂ നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് കൽപ്പിച്ചോ? ചെരുപ്പ് വയ്ക്കാൻ കൽപ്പിച്ചോ? ഇല്ല. അവർ നിസ്കാരത്തിൽ കണ്ടതാണ്. കണ്ടപ്പോൾ തന്നെ അവർ നബി ചെയ്തതുപോലെ ചെയ്യാണ്. നമ്മളൊന്ന് ആലോചിക്കട്ടെ, ഇത് കഴിഞ്ഞിട്ട് ചോദിച്ചു നോക്കാം എന്നാണോ? അല്ല. ഇതുപോലെ ആയിരിക്കണം നമ്മൾ സുന്നത്തുകൾ പാലിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം കൽപ്പിച്ചാൽ ഇങ്ങനെ ആയിരിക്കണം. അവിടുന്ന് ചെയ്തു എന്ന് മനസ്സിലായാൽ, അവിടുത്തെ കൽപ്പന വന്നു കിട്ടിയാൽ പിന്നെ രണ്ടാമതൊരു ചിന്ത നമുക്ക് പാടില്ല. അത് സഹാബികൾ നമുക്ക് പഠിപ്പിച്ചു തന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് കേട്ടാൽ അത് വിശ്വസിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുക എന്നുള്ളത് സഹാബികൾ പഠിപ്പിച്ചതാണ്. നിങ്ങൾ നോക്കൂ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹ് നിസ്കാരം കഴിഞ്ഞപ്പോൾ സഹാബിമാരിലേക്ക് തിരിഞ്ഞിരുന്നു. എന്നിട്ടൊരു സംഭവം പറഞ്ഞു കൊടുത്തു. ബൈന റജുലുൻ യസൂഖു ബഖറതൻ ഇദ് റകിബഹ ഫളറബഹ. പഴയകാലത്ത് ജീവിച്ച ഒരാൾ ഒരു പശുവിന്റെ മുകളിൽ കയറിയിരുന്നു കൊണ്ട് അതിനോട് നടക്കാൻ പറഞ്ഞു. പശുവിന്റെ മുകളിൽ കയറിയിരുന്നുകൊണ്ട് നടക്കാൻ പറഞ്ഞു. ഫഖാലത്, അപ്പോൾ പശു പറഞ്ഞു, ഇന്നാ ലം നുഖ്ലഖ് ലിഹാദാ ഇന്നമാ ഖുലിഖ്നാ ലിൽ ഹർഫ്. നമ്മളെ ഈ യാത്ര ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടല്ല അള്ളാഹു സൃഷ്ടിച്ചത്. നമ്മൾ കൃഷികൾക്ക് വേണ്ടിയിട്ട്, ആ ആവശ്യങ്ങൾക്കാണ് നമ്മൾ പടക്കപ്പെട്ടത്, അള്ളാഹു നമ്മൾ സൃഷ്ടിച്ചത്. ഫഖാല അന്നാസ്, സഹാബികൾ ഇത് കേട്ടപ്പോൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ് ബഖറത്തുൻ തകല്ലം. ഒരു അത്ഭുതത്തോടുകൂടി സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തി. എന്നിട്ട് പറഞ്ഞു, നബിയെ, പശു സംസാരിക്കുകയോ? ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നി ഊമിനു ബിഹാദാ അന വ അബൂബക്കർ വ ഉമർ. ഈ പറഞ്ഞ കാര്യം ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, അബൂബക്കറും ഉമറും വിശ്വസിച്ചിരിക്കുന്നു. വമാ ഹുമാ സമ്മ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അവർ രണ്ടുപേരും ആ സദസ്സിലില്ല. രണ്ടുപേരും ആ സദസ്സിൽ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്ത്? അവർ രണ്ടുപേരും വിശ്വസിച്ചിരിക്കുന്നു. അതുപോലെ ആയിരിക്കണം. നമുക്ക് വലിയ പാഠമുണ്ട്. നമ്മൾ ബുദ്ധിക്ക് യോജിക്കുന്നില്ല, അത് നടക്കൂല, ഇതൊക്കെ ആളോട് പറയാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് അത് നിഷേധിക്കാൻ പാടുണ്ടോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് കേട്ടാൽ പിന്നെ വേറെ നിഷേധത്തിന്റെ വാക്കുകൾ ഇല്ല എന്നതാണ്. അത് സഹോദരങ്ങളെ, വിദ്യാർത്ഥികളെ, കുട്ടികളെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഹദീസ് കേട്ടാൽ അത് പ്രാവർത്തികമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഒരുപാട് സുന്നത്തുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് ക്ലാസ് നമ്മൾ കേൾക്കും. സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച അനേകം സുന്നത്തുകളുണ്ട്. അവിടുന്ന് വസ്ത്രം ധരിക്കാൻ പറഞ്ഞത് പുരുഷന്മാരോട് നരിയാണിക്ക് മുകളിലാണ്. നരിയാണിക്ക് മുകളിലാണ്. നരിയാണി വിട്ട് താഴേക്കിറങ്ങിയാൽ നരകമാണ് എന്ന്, നരകത്തിലാണ് എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഹദീസുകൾ വന്നിട്ടുണ്ട്. നമുക്കിത് പ്രാവർത്തികമാക്കാൻ പറ്റിയോ? അവിടെയാണ് നമ്മുടെ സ്നേഹം ചോദ്യം ചെയ്യപ്പെടുന്നത്. എന്നിട്ടും നമ്മൾ ഇങ്ങനെ വലിച്ചയച്ചുകൊണ്ട് നടന്നാൽ എങ്ങനെയാണ് നമ്മൾ സഹാബികളുടെ മാർഗത്തിലാവുക? അതുപോലെ വസ്ത്രം ധരിക്കുമ്പോഴുള്ള മര്യാദകൾ എന്തിനാണ് പറയുന്നു? ഒരു മുടി വെട്ടുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ബാക്കി വെച്ച് കുറച്ച് മുറിക്കരുത്. എത്ര ആൾക്കാരുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സഹാബത്ത് കാണിച്ച സ്നേഹം നമ്മൾ കേട്ടില്ലേ? അവർ അവരുടെ സ്വന്തം ജീവൻ വരെ കൊടുക്കാൻ തയ്യാറാണ്. നമ്മളോ? ഇത് സഹാബികളുടെ ജീവിതത്തിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട പാഠമാണ്. ഇങ്ങനെ കേട്ട് ചരിത്രം പോലെ ഇങ്ങനെ കേട്ട് പോവാനുള്ളതല്ല.
നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ളതാണ്. ഇനി നിങ്ങൾ നോക്കൂ, സഹാബികളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ അവരുടെ ഇബാദത്തുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവർ അല്ലാഹുവിനെ ഏറ്റവും നന്നായി ഇബാദത്ത് ചെയ്തവരാണ്. റുകൂഇലും സുജൂദിലുമായി അവർ കഴിഞ്ഞുകൂടിയതിന്റെ അടയാളങ്ങൾ അവരുടെ മുഖത്ത് പ്രകടമാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. അവരെ കുറിച്ച് തൗറാത്തിലും ഇഞ്ചീലിലും വരെ പരാമർശം വന്നിട്ടുണ്ട് എന്നാണ്. സഹാബികളെ കുറിച്ച് തൗറാത്ത് ഇഞ്ചീൽ എപ്പോൾ ഇറങ്ങിയതാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന്റെ എത്രയോ മുന്നേ ഇറങ്ങിയതാണ്. അള്ളാഹു അവതരിപ്പിച്ച കിതാബുകളാണ്. സഹാബികൾ ജനിച്ചിട്ട് പോലില്ല. എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പരാമർശം നടത്തിയിട്ടുണ്ട് തൗറാത്തിലും ഇഞ്ചീലിലും. അതുപോലെ അവരുടെ പ്രത്യേകതയിൽപ്പെട്ടതാണ് അവർ ഒരു നെൽക്കതിർ പോലെയാണ്. ആ നെൽക്കതിർ വളർന്ന് അതിങ്ങനെ അതിന്റെ ഏറ്റവും നല്ല അവസ്ഥയിൽ പാടം കണ്ടിട്ടില്ല നമ്മൾ, നെല്ല് അതിന്റെ കതിരുകൾ ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്നത് പോലെ സഹാബികളെ കുറിച്ച് ഇഞ്ചീലിൽ അള്ളാഹു പറഞ്ഞ ഉപമയാണത്. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഇബാദത്തുകൾ ഒരുപാട് വിശദീകരിക്കേണ്ട കാര്യമാണ്. ഏറ്റവും നല്ല രൂപത്തിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ അവരിലെ പ്രമുഖന്മാരായ ആളുകൾ വരെ സ്വർഗത്തിലാണെന്ന് ഉറപ്പ് കിട്ടിയിട്ട് പോലും സുദീർഘമായി രാത്രി നിസ്കരിക്കുകയും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരായിരുന്നു അവർ. നാലാമത്തെ കാര്യം, അവർ പരസ്പരം കാണിച്ചിരുന്ന സ്നേഹമാണ്. നമുക്കറിയാം, മുഹാജിറുകൾ അവർ മദീനയിലേക്ക് വന്നു, അൻസാറുകളുടെ അരികിലേക്ക്. അള്ളാഹു പറയുകയാണ്, അവർ അൻസാറുകളിലേക്ക് മദീനയിലേക്ക് വന്നപ്പോൾ അൻസാറുകൾ മുഹാജിറുകൾക്ക് തങ്ങളുടെ സമ്പത്തിൽ നിന്നും ഇവർക്ക് ആവശ്യമുള്ള എന്തൊക്കെയുണ്ടോ അതൊക്കെ അവർ പകുതിയാക്കി അങ്ങനെ വീതിച്ചു കൊടുത്തു എന്നാണ്. അവർ പരസ്പരം കാണിച്ച സ്നേഹം, അതിൽ നമുക്ക് വലിയ പാഠമുണ്ട്. നാടും വീടും ഒക്കെ വിട്ട് മദീനയിലേക്ക് ഹിജ്റ വന്ന ആളുകളെ ഒരു മനപ്രയാസം പോലും കാണിക്കാതെ സ്വീകരിച്ചവരാണ് അൻസാറുകൾ. അവർ പരസ്പരം കാണിച്ചിരുന്ന സ്നേഹം, അവരുടെ ഐക്യം, അവരുടെ ഒരുമ, ഇതിലൊക്കെ നമുക്ക് വലിയ ഗുണപാഠങ്ങളുണ്ട്. ഈ ഏതാനും ചില കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. സഹാബികളുടെ ജീവിതം എന്നത് നമുക്ക് അല്ലാഹു മാതൃകയായി നിശ്ചയിച്ചതാണ്. ആ ജീവിതത്തിൽ നമുക്ക് കിട്ടിയ ഗുണപാഠങ്ങൾ നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കിയാൽ നേരത്തെ അല്ലാഹു പറഞ്ഞതുപോലെ ആയത്ത് നമ്മൾ കേട്ടു, ഫഇൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൂ. അവർ വിശ്വസിച്ചതുപോലെ നിങ്ങളും വിശ്വസിക്കുകയാണെങ്കിൽ, നിങ്ങൾ വിശ്വസിച്ചതുപോലെ അവർ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾ ഹിദായത്തിലായി. അഥവാ നമ്മോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. എന്തൊക്കെയാണ് പറഞ്ഞത്? ഒന്നാമത്തേത്, അവർ അള്ളാഹുവിനോട് കാണിച്ച സത്യസന്ധത, അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ച കാര്യം. ഏത് കൊടുങ്കാറ്റടിച്ചാലും അള്ളാഹുവിനെ മറന്നുകൊണ്ട് അല്ലെങ്കിൽ ദീൻ ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു കാര്യം അവർക്കില്ല. രണ്ടാമത് പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹമാണ്. മൂന്നാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് മുറുകെ പിടിക്കാൻ അവർ കാണിച്ചിരുന്ന ആവേശവും താല്പര്യവും. അതുപോലെ നാലാമത്തേത്, അവർ ഇബാദത്തുകളിൽ മുന്നിട്ട് നിന്നിരുന്നു എന്നുള്ളതാണ്. അഞ്ചാമത്തേത്, അവർ പരസ്പരം ഒരുമയിലും ഐക്യത്തിലും സ്നേഹത്തിലുമൊക്കെയായിരുന്നു. അതുപോലെ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം കൂടി ആറാമതായി ചേർത്ത് വായിക്കാം. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും കേട്ട ഇൽമ് അവർ പഠിച്ചെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയിരക്കണക്കിന് വരുന്ന ഹദീസുകൾ അവർ മനഃപ്പാഠമാക്കി, പഠിച്ചു, പ്രാവർത്തികമാക്കി. എന്നിട്ടത് അടുത്ത തലമുറയിലേക്ക് കൈമാറി. സത്യസന്ധരായിരുന്നു അവർ, സത്യസന്ധമായി അവർ കൈമാറി തന്നു.
അവരുടെ ദീൻ പഠിക്കാനുള്ള താല്പര്യവും അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള താല്പര്യവും ആറാമത്തെ ഒരു ഗുണപാഠമായി നമുക്ക് മനസ്സിലാക്കാം. സഹോദരങ്ങളെ, നമ്മൾ ഈ പറഞ്ഞ കാര്യം ഗൗരവത്തിൽ ശ്രദ്ധിക്കുകയും നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിങ്ങനെ കേട്ട് പോവാനുള്ളതല്ല, ജീവിതത്തിൽ പകർത്താനുള്ളതാണ്. എല്ലാവരും നേരത്തെ പറഞ്ഞ 2-3 കാര്യങ്ങൾ അത് പലരിലും കണ്ടതുകൊണ്ടാണ് അത് മാത്രം സൂചിപ്പിച്ചത്. നമ്മൾ തിരുത്തണം, നന്നാവണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളുടെ മാർഗത്തിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട്. അള്ളാഹു സഹായിക്കുമാറാവട്ടെ. വല്ലാഹു തആല അഅലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.